ഇന്ദ്രേട്ടാ, ദേ ചായ. ഗുഡ് മോർണിംഗ് അനു. അത് രാവിലെ എഴുന്നേറ്റു അല്ലേ? ആ അതെ, നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയതല്ലേ, ഇനിയെല്ലാം ഐശ്വര്യമായിട്ട് തന്നെ വേണം. ഈ വീട് കൊള്ളാല്ലേ ഇന്ദ്രേട്ടാ? സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ എന്തായി കാണുന്ന ഓർക്കുമ്പോഴാ ഒരു വിഷമം. അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇന്ദ്രേട്ടാ. സത്യനും സോനയ്ക്കും ഒക്കെ അമ്മയോട് എങ്ങനെ നിക്കണോന്നറിയാം. അമ്മയും അവരോടൊരകലം പാലിച്ച് പെരുമാറും. ആ, പ്രശ്നം ഉണ്ടാവുന്നത് ഞാനവിടെ ഉള്ളപ്പോഴല്ലേ ഇന്ദ്രേട്ടാ. കുറച്ചു ദിവസം അമ്മയ്ക്ക് നിരാശയും ദേഷ്യവും സങ്കടമൊക്കെ കാണും. ഞാനുണ്ടെങ്കിൽ എല്ലാം എന്നോട് തീർക്കായിരുന്നു, ആരും ചോദിക്കില്ലായിരുന്നു. പക്ഷെ പ്രതിഭയെ കൂടുതൽ അമ്മ കുറ്റപ്പെടുത്തിയ സത്യനും സോനയൊക്കെ ഇടപെടും. പിന്നെ അമ്മയുടെ ബന്ധുവായ സുദിനങ്ങളുടെ മകളല്ലേ പ്രതിഭ. ആ ഒരു പരിഗണന അവൾക്ക് കിട്ടും. ശരിയാ, അനുവിന് എന്റെ വീട്ടില് യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പോലും ഒരു അന്യ സ്ത്രീയെ പോലെയാണ് നിന്നെ കണ്ടത്. അയ്യോ, ഞാൻ അങ്ങനെ പരാതി ഒന്നും പറഞ്ഞതല്ല ഇന്ദ്രേട്ടാ. കഴിഞ്ഞതൊക്കെ പോട്ടെ. ആ നഷ്ടങ്ങൾക്കെല്ലാം പകരമായി എനിക്കിപ്പോ ഇങ്ങനൊരു ജീവിതം കിട്ടിയില്ലേ, എനിക്കത് മതി. ഇനിയും അമ്മ വന്ന് വിളിക്കുമ്പോ എന്നെ മോനെയും തനിച്ചാക്കി ഇന്ദ്രേട്ടന് അമ്മയോടൊപ്പം പോവാതിരുന്നാ മതി. അമ്മ വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചോട്ടെ. വേണ്ട അനു, അമ്മ അമ്മയുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. നമ്മളിവിടെയും അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തോളാം. പക്ഷേ ഒരുമിച്ച് ഒരു വീട്ടിൽ അതിനി ശരിയാവില്ല. നിന്നെ ആ വീട്ടിൽ കൈപിടിച്ച് കയറ്റിയത് മുതൽ ഇന്നലെ ഇറക്കി വിടുന്നത് വരെ അമ്മ മൂത്ത മരുമകളെ കണ്ടത് ഒരു ശത്രുവിനെ പോലെയാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ അടയാളമായിട്ടാണ് സത്യന്റെ ഭാര്യയായിട്ട് പ്രതിഭ അവിടെ വന്നത്. എന്നിട്ടും അമ്മ അപമാനിച്ചിറക്കി വിട്ടത് നിന്നെ. ഇനി ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്നെ വിട്ടുകൊടുക്കില്ലായിരുന്നു, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. മതി ഇന്ദ്രേട്ടാ, എനിക്കത് മാത്രം മതി. ഇന്ദ്രേട്ടനും ഞാനും മോനും അടങ്ങുന്ന നമ്മുടെ ഈ കുടുംബം ഒരു കൊച്ചു സ്വർഗമാക്കി മാറ്റും ഞാൻ. ഇന്ദ്രേട്ടൻ കണ്ടോ? എനിക്കറിയാനും നിന്റെ മനസ്സിലുള്ള കുടുംബം എന്താണെന്ന്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി പറ്റും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ കൂടി ഈ പുതിയ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കും. അതുപോലെ